എവിടായിരുന്നു? അയ്യോ, ഭ്രാന്താണ് കാട്ടണേ. അവരെന്താ തെറ്റ് ചെയ്തു? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തില്ല. തോന്നിയ തീർക്കും. ഇതൊക്കെ കേട്ടപ്പോ അച്ഛൻ സഹിച്ചില്ല മോളെ. ഇവനെ കൊണ്ട് ഞാൻ നിന്നെ കല്യാണം കഴിപ്പിച്ചല്ലോന്ന്. ഓനിത് തുടങ്ങിയത് ഇന്നും ഒന്നല്ലേ ഒന്നല്ല, കാലം കുറയായി. ഞാൻ തന്നെ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അച്ഛൻ ശരിക്ക് കൊടുത്തു. തല്ല് കൊടുത്ത് നന്നാക്കേണ്ട പ്രായത്താണോ ഓന്? ഇതാ, ഞാൻ ഇവനെ തന്നെ തല്ലാറില്ലല്ലോ. ചെട്ടിയാർക്കിപ്പം അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചല്ലോ എന്നായിട്ടുണ്ട്. പാവം പെണ്ണ്, നിനക്ക് എന്നെ അവളെ കെട്ടായിരുന്നില്ലേ? അച്ഛൻ പറയുന്നതിന് മുമ്പ് ഒരു നോക്ക് കണ്ടിരുന്നെങ്കിൽ. പറയാറില്ലേ, വിധിച്ചതേ കിട്ടൂ. വലിയ ചെട്ടിയാർക്ക് ഭ്രാന്ത. പ്രായമായ മക്കളെ തല്ലാനും കൊല്ലാനുള്ള അധികാരമൊന്നും അങ്ങനെ കാര്യം കൊടുത്തിട്ടില്ല. ഓ, നിങ്ങളെ കൊള്ളാഞ്ഞിട്ടാ. അച്ഛനല്ലേ തിരിച്ചല്ല നോക്കൂ. എന്ന് വെച്ച് കാളി അടിക്കുന്ന പോലെ കണ്ണും ചെവിയില്ലാതെ അടിക്കേ. കേട്ടപ്പോ എനിക്ക് വന്ന് ചോദിച്ചിട്ട് ഞാൻ ചെട്ടിയാരോട് ചോദിക്കാൻ ഇറങ്ങിയതാ. നോരണ്ടെണ്ണം നടന്നില്ലായിരുന്നെങ്കിൽ. അച്ഛനോട് പോയി ചോദിക്കാനോ? നിനക്കും കിട്ടും. ആ, കിട്ടും കിട്ടും. ചെട്ടിയാര് മതിയല്ലോ. ശൂരത്തിലൊന്നും ഈ ലീല എടുത്ത് നടക്കില്ല. ഒരുപാട് തല്ലിയോ? കെട്ടിയോളെന്ന് പറഞ്ഞ ഉണ്ടല്ലോ അവിടെ. അവിടെ കണ്ടു നിന്നു അല്ലേ? ആ സുന്ദരിക്കോത ഏഷനെ കൂട്ടിട്ടാ. അവളുടെ ഒക്കെ ഒരു മനസ്സേ. ഞാൻ പോവാ. ഇതാ ഇപ്പൊ നന്നായേ. നേരെ ഇത്രയായില്ലേ? ഇനി ഊണ് കഴിച്ചിട്ട് പോയാ മതി. വേണ്ട, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. ഞാൻ വിടില്ല. ഞാൻ ചോറ് വിടുമ്പോ നല്ല ചെമ്മീൻ കറിയുണ്ട്, പാവയ്ക്കത്തോരനും. രണ്ടും വലിയ ഇഷ്ടാണല്ലോ. വിളമ്പ്. എന്നെ പിടിക്കണ്ട. പതുക്കെ. ചോറ് വിളമ്പി ഞാൻ ഇങ്ങോട്ട് എടുക്കാം. വേണ്ട, ഞാൻ ചോറ് തിന്നു. എവിടുന്ന്? എവിടുന്നായാലും എന്താ, വയറ് കളഞ്ഞാ പോരെ. ഈ വൃത്തികെട്ട മണം എന്തിനാ ഇത് കുടിക്കുന്നേ? എന്തിനാന്ന് ചോദിച്ചാ, ലീല ഒഴിച്ചു തന്നു, ഞാൻ കുടിച്ചു. അവള് വിളമ്പി തന്നു, ഞാൻ തിന്നു, അത്രേ ഉള്ളൂ. ഓ, എന്തൊരു പെണ്ണാവള്. അവളുടെ ഒരു രോമത്തിനില്ല നീ. എന്റെ കഴുത്തിൽ താലിയും കെട്ടിക്കൊണ്ടുവന്ന് പറയാ. താലി എന്താ, ഒരു വിലയില്ല ഇതിന്? വല്ല തട്ടാനടുത്തും പോയി ചോദിക്കാം. നിർത്തിട്ട് ഒന്നും എണീറ്റ് വന്നേ. നല്ല കണിയാണല്ലോ. എന്താ എടി, മാനമര്യാദയ്ക്ക് ജീവിക്കാൻ നിനക്ക് ആവില്ലല്ലേ? അതെ, ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കും. നീ ആരാ ചോദിക്കാൻ? ഞാൻ ആരെന്നോ അറിഞ്ഞൂടെ നിനക്ക്? എങ്ങാണ്ടെന്നോ വന്ന് എവിടുന്നായാലും എന്താ? കഴുത്തിൽ താലി കെട്ടി നെറ്റിയിൽ സിന്ദൂരിട്ട് ഒരാൾ കൈപിടിച്ച് കൊണ്ടുവന്നതാ എന്നെ ഭാര്യയായിട്ട്. ഭാര്യ
നിനക്ക് അതിന്റെ അർത്ഥം അറിയില്ല. ഒരു ഭാര്യയുടെ വേദന നിനക്ക് മനസ്സിലാവില്ല. എത്ര ദിവസം വേണേലും പട്ടിണി കിടക്കാം, സന്തോഷായിട്ട് എന്ത് കഷ്ടപ്പാട് സഹിക്കാം. പക്ഷെ ഇത് മാത്രം ഞാൻ സഹിക്കില്ല. ഒരു പെണ്ണും സഹിക്കില്ല. എന്റെ ശാപം എപ്പോഴും ഉണ്ടാവും നിനക്ക്. എന്തത് എന്താ ഇവിടെ അലമ്പ്? ഇവിടെ നിന്റെ ഭാര്യയാണെന്നല്ലേ പറയുന്നത്? സ്വന്തം പെണ്ണിനെ വിറ്റ് കാശുണ്ടാക്കുന്ന നീ ഒരാണാണോടാ? അമ്മേ, എന്താ മോളെ? ഞാൻ ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല. ഒന്നുമില്ല. അച്ഛന് സുഖമില്ല എന്നൊരു തോന്നല്. കണ്ടിട്ട് കൊറേ ആയല്ലോ. അവിടെയാണെങ്കില് ഇപ്പൊ പെട്ടെന്നിങ്ങനെ കനകനോട് പറഞ്ഞിരുന്നോ? ഇല്ല. അവനെവിടെ? പുറത്തേക്ക് പോണുണ്ടോ? അങ്ങാടിയിലാവും. നീ പോയി വിളിച്ചോണ്ട് വാ. വേണ്ട, വീട്ടിലേക്കുള്ള വഴി ഞാൻ മറന്നിട്ടില്ല. ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. അച്ഛനോട് എന്തെങ്കിലും ഒരു നുണ പറയാം. അല്ലാതെ ഇവിടെ വേണ്ടാത്തവളായിട്ടാണ് തിരിച്ചു ചെല്ലുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞാൻ ആരെയും കുറ്റം പറയണില്ല. ഒക്കെ സഹിക്കാനും പൊറുക്കാനും ആണല്ലോ പെണ്ണുങ്ങള്. സാരമില്ല. കസ്തൂരി, മോളിനി എപ്പോഴാ വരിക? എനിക്കറിയില്ല. ഞാൻ വരണമെന്ന് കനകേട്ടന് തോന്നുമ്പോ വന്ന് വിളിക്കട്ടെ. അപ്പൊ വരാം. ചേച്ചി പോവണ്ട. വേറൊരു വീട്ടിൽ പോയാ എന്റെ ഗതി നിനക്ക് വരാതിരിക്കട്ടെ. എന്താ മോളെ? എന്റെ അച്ഛൻ ആരുമില്ലാണ്ടായി. എനിക്കിവിടെ പരമസുഖ. കൂട്ടിന് കാക്കയും പൂച്ചയും കിളികളും പിന്നെ മീൻകാരം ബാപ്പുട്ടി വാണിയം വേലു നാണിത്തള്ള. അതുപോട്ടെ മോളെന്താ ഒറ്റയ്ക്ക്? കനകനെവിടെ? വന്നില്ല, പണിത്തിരക്ക. അച്ഛൻ വല്ലാതെ ക്ഷീണിച്ചു പോയി. നിനക്ക് വെറുതെ തോന്നണതാ. ഇടയ്ക്കൊരു ചുമ വരും, അത്രേ ഉള്ളൂ. അതൊക്കെ പിന്നെ ചെയ്യാം. നീ നടന്നു വന്നതല്ലേ മോളെ. സാരല്ല, അച്ഛൻ അവിടെ ഇരുന്നോളൂ. ആ പിന്നെ കുറച്ച് വാഴക്കപ്പ അരിനുറുക്കും ഉണ്ടാതില്. അച്ഛന് വേണ്ടി വാങ്ങിയതാ.